ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ ചെടിയുടെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. പണ്ട് മുതലേ നമ്മുടെ നാട്ടിലെ മുറ്റത്തും പറമ്പിലും ഒക്കെ സുലഭമായിട്ട് കണ്ടുവന്നിരുന്ന ഒരു ചെടിയാണിത്. പെഡിലാന്തസ് എന്നാണ് ഈ ചെടിയുടെ പേര്. ഇതൊരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ തന്നെ പ്ലെയിൻ ഡാർക്ക് ഗ്രീൻ കളർ ഇലകളായിട്ട് വേറൊരു ചെടിയും കൂടെ ഉണ്ട്. അപ്പോൾ പച്ചയും വെള്ളയും നിറത്തിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇലകളാണ് ഈ ചെടിക്കുള്ളത്. അതുപോലെ ഇതിൻ്റെ തണ്ടുകൾ ഒരു സിക്സാഗ് രീതിയിലാണ് ഉള്ളത്. നല്ല രീതിയിൽ പൊക്കം വയ്ക്കുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിറയെ ശാഖകളൊക്കെ വന്ന് നല്ല ബുഷിയായി വളരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ മുറിച്ചെടുക്കുന്ന തണ്ടുകളെ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് പുതിയ ചെടികളായി മാറ്റി നടാവുന്നതുമാണ്. ഒരു 10, 20, 30 രൂപയ്ക്ക് നമുക്ക് ചെറിയ ചെടികളൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ചെടിയിൽ ചെറിയ ഒരു പൂക്കൾ ഉണ്ടാകും. ഒരു ചെറിയ പിങ്ക് കളറിൽ ചെറിയ ചെറിയ പൂക്കളും ഈ ചെടിയിൽ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഈ ചെടിയുടെ പൂക്കൾക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. ഒരു ഇലച്ചെടിയായിട്ടാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ഒരുപാട് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ട് വന്നിരുന്നൊരു ചെടിയാണ്. ഇപ്പോൾ ഇത് നഴ്സറിയിലൊക്കെ വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഈ ചെടി ഒരു 4 മാസം മുൻപ് 30 രൂപയ്ക്ക് 2 ചെറിയ തണ്ടുകൾ വാങ്ങി നട്ടതാണ്. അപ്പോൾ ഇത് നടുന്ന സമയത്ത് മണ്ണ് മാത്രം ഇട്ടാണ് ഞാൻ ഈ ചെടി നട്ടത്. മറ്റൊരു വളങ്ങളും ഇതുവരെ ഞാനിതിന് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അധികം ശ്രദ്ധയൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അധികം ശ്രദ്ധയൊന്നും കൊടുക്കാതെ ഞാൻ പോലും അറിയാതെ ഈ ചെടി പെട്ടെന്ന് വളർന്നു വരികയായിരുന്നു. വെള്ളം മാത്രമേ ഞാനിതിന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ചെടി നന്നായിട്ട് വളർന്ന് നന്നായിട്ട് പൊക്കം വെച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ ചെടിയുടെ എന്തോ ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട്. കുറച്ച് വെയിലൊക്കെ അടിക്കുന്ന ഒരു ഏരിയയിലും ഈ ചെടിയെ നമുക്ക് വെക്കാം. എന്നാലും അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല. അതുപോലെ 2 ദിവസമൊക്കെ വെള്ളം ഒഴിക്കാതിരുന്നാലും വലിയ പരാതിയോ പരിഭവമോ ഒന്നും ഇവർ ഇതുവരെ കാണിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇവർക്ക് ഒരു കീടശല്യങ്ങളോ പുഴുക്കുത്തുകളോ അങ്ങനത്തെ രോഗങ്ങളൊന്നും ഇതുവരെ ഈ ചെടിക്ക് കാണിച്ചിട്ടില്ല. അങ്ങനെ വലിയ പരിഗണനയോ വലിയ ശ്രദ്ധയോ ഒന്നും കൊടുക്കാതെ വളരുന്ന ഒരു ചെടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ഇതിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഈ ചെടിയുടെ ഇതേപോലെയുള്ള ഹൈറ്റ് വെച്ച് വരുന്ന തണ്ടുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത തണ്ടുകൾ മണ്ണിലേക്ക് നമുക്ക് നേരിട്ട് നട്ട് കൊടുക്കുകയാണെങ്കിൽ വേര് പിടിച്ച് വളർന്നു വരും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ സാധാരണ ചെയ്യുന്നത് തണ്ടുകൾ കട്ട് ചെയ്ത് അതൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് നമുക്കൊരു പാത്രത്തിൽ ഇട്ട് വെക്കാം. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് വേര് വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം മാറിക്കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഒരു ചെറിയ പോട്ടിലാണ് ഈ തണ്ടുകളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിന് വേരൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതെല്ലാം എടുത്തിട്ട് ഈ ഒരു കുപ്പിയിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അതിൽ നിന്ന് വേരുകളൊക്കെ വന്നു തുടങ്ങി. പെട്ടെന്ന് തന്നെ വേരുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ടുകൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ മുട്ടി നിന്നിട്ടുണ്ടെങ്കിൽ വേര് വരാൻ താമസമാണ്, വേര് വരാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ കുപ്പിയിലേക്ക് മാറ്റി വെച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വേര് വന്നു തുടങ്ങി. അപ്പോൾ കുപ്പിയുടെ വായ്വട്ടം കുറവാണല്ലോ. അപ്പോൾ ആ തണ്ടുകൾ ഇങ്ങനെ കുപ്പിയുടെ അടിഭാഗത്തു നിന്ന് കുറച്ച് പൊങ്ങി നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ചെടികൾ പെട്ടെന്ന് തന്നെ വേര് വന്ന് പിടിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഒരു 1.5 ആഴ്ചപ്പോഴേക്കും ഇതിൻ്റെ വേരുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല വെളുത്ത കളറിലുള്ള വേരുകളാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കുറച്ച് കൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയ പുതിയ ഇലകൾ, നാമ്പുകൾ ഇതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ വെള്ളത്തിലിട്ട് വെച്ച്. അപ്പോൾ ഇനി നമുക്ക് ഇത് മണ്ണിലേക്ക് മാറ്റി നടാനുള്ള സമയമായിട്ടുണ്ട്. പോട്ടി മിക്സ് ആയിട്ട് ഞാൻ മണ്ണ്, മണൽ, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, കുറച്ച് എല്ലുപൊടി ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണ ഒരു പോട്ടി മിക്സിൽ നമുക്ക് ഈ ചെടി നട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വളങ്ങളും ചേർക്കാതെ വെറുതെ മണ്ണിലാണ് ഞാനിത് നട്ടതെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് തന്നെ ഇതിന് നല്ല വളർച്ചയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് ശ്രദ്ധയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഹൈറ്റ് വെച്ച് വരുന്ന സമയത്ത് നമുക്കിത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിറയെ ചട്ടിയിൽ തഴച്ച് ഉണ്ടായി വരും, തിക്കായിട്ടുണ്ടായി വരുന്ന ഒരു ചെടിയും കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ നട്ടതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം 1 ആഴ്ചയോളം തണലിൽ സൂക്ഷിക്കണം ചെടി. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ചെടിയുടെ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള അപ്ഡേറ്റ്സ് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഈ ചെടി നമ്മൾ ഇവിടെ കട്ട് ചെയ്ത ഭാഗമാണ്. ഇതിൻ്റെ 2 സൈഡിൽ നിന്നും പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ കട്ട് ചെയ്ത എല്ലാ സ്ഥലത്തും ഇങ്ങനെ പുതിയ പുതിയ ശാഖകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ചെടി നമുക്ക് നല്ല ബുഷിയാക്കി വളർത്താൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചെടിയിൽ പുതിയ പുതിയ ശാഖകൾ വന്ന് ഇത് കുറച്ച് ബുഷിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഈ തണ്ടുകൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ചെടി പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യാം. വേറെ വേറെ ഒരുപാട് ചട്ടികളിൽ നമുക്ക് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കട്ട് ചെയ്തെടുക്കുന്ന തണ്ടുകളിലൂടെ.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെടി വളർത്തിയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ള, ഗാർഡനിങ്ങിൽ താല്പര്യമുള്ള ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.